ഒരു മൺഡേ മോർണിംഗ് അതിൻ്റെ എല്ലാ മടിയും ഇന്ന് രാവിലെ എഴുന്നേക്കാൻ എനിക്കുണ്ടായിരുന്നു. ഒരു 5-6 അംഗം കഴിഞ്ഞിട്ടാണ് എന്നെ ഈ പരുവത്തിൽ ഞാനിവിടെ കൊണ്ടിരുത്തിയത്. പണ്ട് ഞാൻ അമ്മയോട് എപ്പോഴും പരാതി പറയുന്ന ഒരു ഐറ്റമായിരുന്നു ഈ സാമ്പാറിൽ എന്തിനാ അനാവശ്യമായ കമ്പും കൊള്ളിയൊക്കെ എടുത്തിടുന്നതെന്ന്. ആൻഡ് ദ ഹോൾ പോയിന്റ് ഓഫ് സാമ്പാർ എന്ന് പറയുന്നത് ഈ വെജിറ്റബിൾസ് ആണ്. പണ്ട് എനിക്കിത് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നെങ്കിലും ഇപ്പം ഞാൻ ഇത് കൂടുതലായിട്ട് ഫുഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് എന്നും ഇതൊന്നും പറ്റാറില്ല, ബട്ട് ഐ ട്രൈ ടു ഡു മൈ ബെസ്റ്റ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ്. മാങ്ങ ഒരു വെജിറ്റബിൾ അല്ല. ആൻഡ് ഈവനിങ് ആയപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, ബാ നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ നല്ല കുളിച്ചൊരുങ്ങി കുട്ടപ്പിയായി അമ്പലത്തിലൊക്കെ പോയി ഒരു ഭക്തയായി ഞാൻ തിരിച്ചെത്തി. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഞാനൊരു ഐറ്റം വാങ്ങി. പാർലേജിയുടെ ബിസ്ക്കറ്റ്. ലേസന്മാർ എൻ്റെ അമ്മ നശിപ്പിച്ചു, ഇടയ്ക്ക് വെച്ച് എന്നെ വിളിച്ചു. ഓക്കെ, സോ നമുക്ക് പാർലേജി ബിസ്ക്കറ്റ് തന്നെ. അതൊക്കെ എന്തല്ലേ കണ്ടന്റ്. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മളോരോ വീഡിയോ ഉണ്ടാക്കുന്നത്. ബട്ട് ടേസ്റ്റ് ദ സെയിം. ചായ നമുക്ക് കഴിക്കാനാണ് ഉണ്ടാക്കിയത്, പക്ഷെ ഇപ്പം ഇവിടെ കാപ്പിയാണ് ഇടുന്നത്. ചായ നാളെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാം. എൻ്റെ ത്രെഡ് ചെയ്തത് എങ്ങനെയുണ്ട്? പുരികം മനസ്സിലല്ലേ? ബിസ്ക്കറ്റൊക്കെ തെറിച്ച് വീഴുമെന്ന് തോന്നുന്നു. ഞാനൊരു ഭക്തയെ പോലെ ഉണ്ട്. ഹലോ, നമുക്കിതിലെ എഗ്ഗ് വിത്ത് മാഗി കഴിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ എഗ്ഗ് ഇങ്ങനെ നമ്മൾ മാഗി വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊട്ടിച്ചൊഴിക്കും, എന്നിട്ട് അത് അതിൻ്റെ കൂടെ ബോയിൽ ചെയ്യും. അപ്പോൾ കൈൻഡ് ഓഫ് ഒരു സെമി ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് നമുക്ക് കിട്ടും വിത്ത് ദിസ് മാഗി. ഞാൻ ചെയ്തതല്ല, എൻ്റെ ബ്രദർ ചെയ്തതാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ സംഭവമാണ് കേട്ടത്, കാരണം എനിക്ക് ഫ്രണ്ട്സ് കാണാണ്ട് ആഹാരം ഇറങ്ങില്ല. കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞ സെമി ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ്. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. എന്നും ഞാൻ സ്കിൻ സൈക്ലിംഗ് മെത്തേഡിൻ്റെ വേറൊരു സ്റ്റെപ്പ് കാണിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അന്ന് ഞാൻ വീഡിയോ എടുക്കില്ല. ഞാൻ എന്താ വീണ്ടും അടുത്ത വീക്കിലെ എക്സ്ഫോളിയേഷൻ ഡേയിലേക്ക് വന്നു, അത് തന്നെ ഞാൻ കാണിക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യാനാ. ബട്ട് ഞാൻ റെറ്റിനാൽ കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. റെറ്റിനാൽ ഓർ റെറ്റിനോൾ ആ ഡേ ഞാൻ കാണിച്ചു തന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊറിയൻ ഡ്രാമയാണ്. പേര് കേട്ട കുറച്ച് കോമഡിയാണ്. ഹോം ടൗൺ ചാ ചാ ചാ. ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ?